ഇന്ന് വൈകുന്നേരമേ കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം ചുമ്മാ ഒന്ന് ഒരുങ്ങിയാലോ എന്ന്. അങ്ങനെ ചുമ്മാ ഒന്ന് ഒരുങ്ങി ഒരു ഡ്രസ്സൊക്കെ ഇട്ടതാ. അപ്പോൾ ഒരാഗ്രഹം, എന്നാൽ പുറത്ത് പോയാലോ എന്ന്. അങ്ങനെ പുറത്ത് പോയി. അപ്പോൾ പിന്നെയും മറ്റൊരാഗ്രഹം, എന്നാൽ ഒരു കോഫി കുടിക്കാൻ പോയാലോ എന്ന്. അങ്ങനെ നേരെ കോഫി കുടിക്കാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള അൺലോക്കിൽ കയറി. അവിടെ കയറിയപാടെ രണ്ടുപേരും നേരെ തൊട്ടടുത്തുള്ള മക്ഡൊണാൾഡ്സിലോട്ടൊരൊറ്റ ഓട്ടം. പക്ഷേ നമ്മളുണ്ടോ വിട്ടുകൊടുക്കുന്നു? അല്ലെങ്കിൽ ഈ അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിക്കുന്ന ഏർപ്പാട് പണ്ടേ നമുക്ക് ഇഷ്ടമില്ലാത്തതാണല്ലോ. ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ സ്റ്റാർബക്സ് ഉണ്ടായിരുന്നു, അവിടെ അങ്ങ് കയറി. അതിപ്പം മക്ഡൊണാൾഡ്സിലെ കോഫി ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, പക്ഷേ അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി അത്ര സുഖം എന്ന് വെച്ചാൽ അവിടെ വലിയ പ്രൈവസി ഇല്ലയെന്ന്. ഈ പ്രൈവസിയൊക്കെ കിട്ടിയിട്ട് നമ്മൾ ആത്മകഥ എഴുതാൻ പോകുമൊന്നുമല്ല. എന്നാലും നമ്മൾ ഇരിക്കുന്നിടത്ത്, പ്രത്യേകിച്ച് നമ്മൾ ഈ കോഫിയൊക്കെ കുടിച്ചിരിക്കുമ്പോഴേ നല്ല സ്വസ്ഥമായ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളത് നല്ലതല്ലേ അല്ലേ? അങ്ങനെ പോയതാണ് കേട്ടോ. അല്ലെങ്കിൽ ചില ദിവസങ്ങൾ നമുക്ക് തോന്നത്തില്ലേ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും മാറിയിരുന്ന് കോഫിയൊക്കെ സിപ്പ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണമെന്ന്? നിങ്ങൾക്ക് തോന്നാറുണ്ടോ? തോന്നാറില്ല, പക്ഷേ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ തോന്നിയൊരു ദിവസമാണ്, പക്ഷേ ഒറ്റയ്ക്കല്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ കോഫിയൊക്കെ പിടിച്ചൊരിടത്ത് ഇരുന്നപ്പോഴത്തേനും പതുക്കെ രണ്ട് സാറന്മാർ ഐസ്ക്രീമും പിന്നെ മറ്റെന്തെല്ലാമോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല, കാരണം ഞാൻ അവർക്കും ഒന്നും വാങ്ങിച്ചില്ല, അവരെനിക്കും ഒന്നും വാങ്ങിച്ചില്ല. ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളിങ്ങനെ എൻ്റെ ഇരിപ്പും പത്രാസും ഒക്കെ കണ്ടാൽ ഭയങ്കര ജാടേ ഹെഡ് വെയിറ്റ് വന്നൊക്കെ തോന്നുമെങ്കിലും ഞാൻ വളരെ ലോലയാണ്. എന്നോട് സംസാരിക്കുന്നവർക്കറിയാം, സംസാരിച്ച് തുടങ്ങുമ്പോഴേ അറിയത്തില്ലേ ഞാനൊരു പാവമാണെന്ന്. പക്ഷെ അങ്ങനെ തോന്നത്തില്ലല്ലേ? എന്ത് ചെയ്യാം, വിധിയുടെ വിളയാട്ടം. എന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റാന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന കോഫി മഗിൻ്റെ സൈസ് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു കുത്തപ്പിനാറോ അതല്ലെങ്കിൽ ഒരു കൊടിമരോ ഒക്കെയാന്ന്. പക്ഷെ അല്ല കേട്ടോ, ഒരു വെറും 1/2 ലിറ്ററിൻ്റെ ഒരു കോഫി മഗ്, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ചെറിയ കുരുപ്പിൻ്റെ കൊഞ്ചലും കുഴയലും കളികളും ഒക്കെ കണ്ടാൽ നമുക്ക് പലർക്കും തോന്നും ഈ കൊച്ചുണ്ടായത് ആ അപ്പം മുട്ടയിട്ടിട്ടാന്ന്. എനിക്ക് തന്നെ സംശയമുണ്ട് അവൻ അങ്ങനെ ഒരു വിചാരമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, മകനെ, അമ്മ നിന്നെ 9 മാസം ചുമന്ന് വളരെ കഷ്ടപ്പെട്ട് വേദന സഹിച്ചാണ് നിന്നെ ഞാൻ ബോണാക്കിയത്. അതല്ലേ ആ കുരുത്തം കെട്ടവൻ്റെ പല പ്രവൃത്തി കാണുമ്പോഴും എനിക്ക് തോന്നാറുണ്ട് അവനെ പ്രസവിച്ചത് ഞാനാണെന്ന് അവൻ മറന്നു പോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. അതല്ലേ ആ അപ്പനെ പുന്നരിക്കുന്നത് പോലെ വന്ന് എന്നെ പുന്നരിച്ചാൽ എന്താ? എനിക്കും കാണുകയല്ലേ പുന്നരിക്കാൻ കൊതിക്കുന്ന ഒരു മനസ്സ്. ആരോട് പറയാനല്ലേ? അപ്പം ശരിയെന്നാൽ പോയേച്ചും വരാം.